ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മാമലക്കണ്ടം പോയാലോ എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിച്ച് റെഡി ആയിട്ടോ. നെയ്ച്ചോറും ചെമ്മീൻ റോസ്റ്റും ആയിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ റെഡിയായി വേഗം തന്നെ വണ്ടിയിലേക്ക് കയറി. കുട്ടികളൊക്കെ അപ്പം തന്നെ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാപ്പ് വഴിയാണ് നോക്കിയാണ് പോണേ കേട്ടോ. ഇവരാദ്യമായിട്ടാണ് മാമലക്കണ്ടം പോകുന്നത്. ഞങ്ങൾ ഇതുപോലെ മൂന്നാർ പോയി വന്ന വഴിക്ക് മാമലക്കണ്ടം സ്കൂൾ കണ്ടിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി പ്ലേസ് ആണല്ലോ. അങ്ങനെ പോയതാണ്. അസുബേബിക്ക് നല്ല പനിയായിരുന്നു തലേ ദിവസം. അപ്പോൾ എവിടെ ടൂർ പോയതിൻ്റെ തലേ ദിവസം രണ്ട് കുട്ടികൾക്കും എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവും കേട്ടോ. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അസബേബിക്കായിരുന്നു കേട്ടോ. അമാൽ ബേബി നല്ല ഉറക്കമായിരുന്നു. പിന്നെ പോണ വഴി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല. പിന്നെ കുറച്ച് നേരം നമ്മൾ പാട്ടൊക്കെ വെച്ചു. പിന്നെ കുറേ നേരം നമ്മൾ സംസാരിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം അങ്ങോട്ട് കയറി. പിന്നെ നമുക്ക് ചുറ്റുവട്ടത്ത് വീടുകളൊന്നും അധികം കാണാൻ പാടില്ലാണ്ടായിട്ടോ. കാര്യം എല്ലാം കാടുകളാണ്. പിന്നെ അകത്തൊക്കെ വീടുകളുണ്ടോയെന്ന് വെച്ചറിയില്ല, പക്ഷെ നമ്മൾ കാണില്ല. ഫുള്ള് കാടായിട്ടാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നീങ്ങുമ്പോഴാണ് ഓരോ കാടിൻ്റെ ഉള്ളിലായിട്ടൊക്കെ ഓരോ വീടുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ജീവിതശൈലിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോവാണ് കേട്ടോ. പിന്നെ ഭയങ്കര കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ്. അപ്പോൾ അതാണ് വൈബെന്നാണ് ഇക്കാക്കയൊക്കെ പറയണത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ശരീരമൊക്കെ നന്നായിട്ട് കുലുങ്ങും. അങ്ങനത്തെ രീതിയിലുള്ള കുടുങ്ങലുണ്ട്. ഇതൊരു പാലം കയറിയതാണ്. ഫോൺ വരെ വൈബ്രേറ്റായി. അങ്ങനെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നേരെ ഇനി അവിടെ തന്നെ ഇറങ്ങണമെന്നില്ല, ഇടയ്ക്ക് നമുക്ക് നല്ല പ്ലേസ് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്നിട്ടോ. അങ്ങനെ ഒരു സ്ഥലം എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി. നല്ല സ്ഥലമായിരുന്നു, അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഒരു പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം അവർ എടുത്തിട്ടോ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു കാടാണ്. ആ കാടിൽ ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴിയിൽ നിന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇത് ഉമ്മച്ചി ദാസ് ബേബിയുടെ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ കാക്കായൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. അത് എല്ലാവരും ഫോട്ടോ എടുത്തിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സംസാരിക്കുന്നതൊക്കെയാണ്. അത് ഞാൻ വോയിസ് കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ പോണ വഴിക്ക് കുട്ടികൾക്ക് നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. ഉറക്കം കഴിഞ്ഞിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് പിന്നെ അമാൽ ബേബിക്ക് പകുതി വെച്ചപ്പോൾ തന്നെ എണീറ്റായിരുന്നു കേട്ടോ. നമ്മുടെ അമാൽ ബേബിയാണ് ഈ കാണുന്നത്. അമാലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു ഞാൻ. പിന്നെ ഉമ്മച്ചിയുടെ കൂടെ വീഡിയോസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിയുടെ കൂടെ നിന്നാണ്. ഉമ്മച്ചി അട്ടഹസിക്കണം. ഉമ്മച്ചി പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ നല്ല രീതിയിൽ പോസൊക്കെ തരുന്നാണ്ട് ഇത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വഴി മാറിയൊക്കെ പോയായിരുന്നു. ഗൂഗിൾ ചേച്ചി നമ്മളിടയ്ക്കൊന്ന് ചതിച്ചായിരുന്നു. അങ്ങനെ വേറെ റൂട്ട് പോയെങ്കിലും നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി. കാര്യം ഒരു വെള്ളം ഒക്കെ ഉള്ള സ്ഥലം കണ്ടു. അസ്ത നല്ല കരച്ചിൽ കൂടിയപ്പോൾ കാരണം പനി കൊള്ളുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ കാണിക്കാനും വെള്ളത്തിലേക്ക് അസാനം ഇറക്കിയൊക്കെ ചെയ്തായിരുന്നു. അവരിറങ്ങിയില്ല. അപ്പോൾ ആ പോണ വഴിക്ക് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ മുകളിലേക്ക് അപ്പം തന്നെ കയറി. പിന്നെ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എത്തി. നമ്മുടെ മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളെത്തി. അടിപൊളി പ്ലേസ് ആണോ. നല്ല ഒരു രക്ഷയില്ല. കാണാൻ നല്ലൊരു വൈബ് തരുന്ന ഒരു സ്ഥലമാണ്. അതെത്തിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അത്രയും നല്ല കൂരിരുട്ടിയും നല്ലൊരു വെട്ടം കണ്ട പോലെ പ്രകാശം കണ്ട പോലെ ഒരു ഫീലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. സെൽഫി വീഡിയോ എടുത്തപ്പോൾ സ്കൂളിൻ്റെ നെയിം കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാനും ബാക്കിൽ നിന്നും ക്യാമറയിൽ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറിയായിരുന്നു. അവിടെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ബജിക്കടയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടി സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. പഴംപൊരി മേടിച്ചു. അതുപോലെ തന്നെ മുട്ട ബജി മേടിച്ചായിരുന്നു. മുളക് ബജി മേടിച്ചായിരുന്നു. പിന്നെ താത്തുമോക്ക് കുറച്ച് മിഠായി മേടിച്ചു. കുറച്ചധികം മിഠായി മേടിച്ചു. പിന്നെ പണ്ടത്തെ ടൈപ്പ് മിഠായികളൊക്കെ ഉണ്ടല്ലോ, കപ്പലണ്ടി മിഠായി, മിച്ചർ മിഠായി, ഇപ്പോഴും ഉണ്ട്, നാരങ്ങ മിഠായി, അങ്ങനത്തെ മിഠായിയൊക്കെ മേടിച്ചു. ആ ചായ ഇരുന്ന് കുടിക്കലും പിന്നെ ആ ഒരു സ്കൂളും നല്ലൊരു പറയാൻ പറ്റാത്ത അത്ര വൈബായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെല്ലുന്ന ടൈമിൽ നല്ല വെട്ടവും കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഇരുട്ട് മൂടിയിട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയത്. നല്ലൊരു ഭാഗ്യം തന്നെ പറയാം കേട്ടോ. പിന്നെ പോണ വഴിക്ക് നമ്മൾ മന്തി മേടിച്ചായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. നമ്മൾ പാഴ്സലായിട്ടാണ് മേടിച്ചത്. കാര്യം അവിടെ വലിയ വാപ്പച്ചിക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ മന്തി കഴിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.